ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തികയും കല്യാണിയും കാദംബരിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കാദംബരി ചോദിച്ച ആ ഒരു ചോദ്യത്തിന് നമ്മുടെ കാർത്തിക നല്ല മറുപടി തന്നെ പറയുകയാണ്. എങ്ങനെ അവനെ പോലുള്ളവരുടെ വരയിൽ വീഴാതിരിക്കും? അതേപോലുള്ള സംസാരങ്ങളും കാട്ടായങ്ങളും ആണല്ലോ അവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ വലയിൽ വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഗംഗാപ്രസാദ് അങ്ങനെയുള്ളവൻ തന്നെയാണ്. ഓരോ പെണ്ണുങ്ങളെയും വലയിലാക്കും, എന്നിട്ട് അവൻ്റെ കാര്യം സാധിച്ചിട്ട് അവൻ പോവുകയും ചെയ്യും. അങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് തെറ്റുപറ്റുകയും ചെയ്യുന്നത്. പാവപ്പെട്ട പെണ്ണുങ്ങളാണെങ്കിൽ അവൻ്റെ വലയിൽ വീഴുകയും ചെയ്യും എന്ന രീതിയിൽ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കല്യാണിയാണെങ്കിൽ ശരി, അതെല്ലാം വീട് പോയതൊക്കെ പോയി, എനിക്ക് കാട് വരെയും പോകാനുണ്ട്, അമലുവിനെ കാണണം, ബാക്കിയുള്ളവരെയും കാണണം. മൂപ്പ് മരിച്ചിട്ട് എനിക്കൊന്നും അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. എനിക്ക് അവരെ പോയി കണ്ട് സമാധാനിപ്പിക്കണം. എത്രത്തോളം സമാധാനമാകുമെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്തായാലും ചേച്ചി ഈ നെക്ലസ് ഒന്ന് ഇട്ടേ എന്നും പറഞ്ഞുകൊണ്ട്, നെക്ലസ് കൊടുക്കണല്ലേ വേണ്ട, ഞാൻ തന്നെ നെക്ലസ് ഇട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിക്ക് കാർത്തികയ്ക്ക് ആ നെക്ലസ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രസമുണ്ട് ചേച്ചി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ദേ ഇപ്പോഴേ കുറേ സ്വർണ്ണമായി. അമ്മ മേടിച്ചെന്നതും കല്യാണിയുടെ അച്ഛൻ മേടിച്ചെന്നതും പിന്നെ കല്യാണി മേടിച്ചെന്നതും അങ്ങനെ കുറേ സ്വർണ്ണങ്ങളായി. വേണം ചേച്ചി, കുറേ സ്വർണം വേണം ചേച്ചി. ഒരു രാജകുമാരിയെ പോലെ വേണം കല്യാണ പന്തലിലേക്ക് ചെല്ലാനായിട്ട്. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ കല്യാണം എന്ന് കേൾക്കുമ്പോഴും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടേ. അവനവിടെ എത്തുമെന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. എത്തട്ടെ, അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ അവിടെ വച്ച് തന്നെ തീർക്കണം ചേച്ചി. പക്ഷെ അവൻ ഏത് വേഷത്തിലെത്തണമെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലും അവനെയും പേടിക്കണം. അവൻ മരിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ദിലീപേട്ടൻ്റെ വീട്ടിലേക്ക് അവൻ വരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് ടെൻഷനാണ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കും ആകെ പേടി തോന്നി. ഏതായാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അപ്പോൾ കല്യാണി ഞാൻ ഏതായാലും കാട്ടിലേക്ക് പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് പോവാ. കല്യാണി പോയി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിൽ കണ്ടില്ലേ മോളുടെ സന്തോഷമൊക്കെ കണ്ടില്ലേ. ഈ കല്യാണം നടന്നു കാണുമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി അത് കല്യാണി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ അവിടെ ലക്ഷ്മി പറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. അപ്പം സരയു ഒരു ഗിഫ്റ്റായിട്ട് വരികയാണ് നമ്മുടെ ശാരിയുടെ മുന്നിലേക്ക്. അമ്മ ദേ ഞാൻ ഏതായാലും ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് പറയണം. മോളെ എന്താ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി നെക്ലസ്സാണ്. മോളെ ഇത് എത്ര പവനുണ്ട് മോളെ? അതൊരു 2 പവൻ കാണും അമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് 2 പവനുണ്ടല്ലേ? ഇത് ദൈവമേ, അപ്പോൾ പണിക്കൂലി അടക്കം ഒരു 2-2.5 ലക്ഷം രൂപയായി കാണുമല്ലോ. അതെ അമ്മേ, 2.5 ലക്ഷം രൂപയായി. ഏതായാലും നമ്മുടെ ഇപ്പോഴത്തേക്ക് ഒരു അവസ്ഥ അറിയാലോ മോളെ. എന്തായാലും അമ്മേ, ലക്ഷ്മി ചേച്ചിയുടെ കല്യാണമല്ലേ, ലക്ഷ്മി ചേച്ചിക്ക് എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണ്ടേ? ഒന്നും ആലോചിച്ചില്ല. ഇത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയമ്മേ, അത് മോശമാവില്ലേ എന്ന രീതിയിൽ അവിടെ പറയണം. ശരിയാണ്, അതും മോശവും. പിന്നെ ഈ കാര്യേ ഞാൻ കിരണിനോട് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ കിരൺ ഒരു 1.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു. ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അവൻ പറഞ്ഞു ഇത് ഫ്രീ ആയിട്ടൊന്നും കരുതണ്ട, നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ എതിർക്കാനൊന്നും പോയില്ലമ്മേ, അത് എൻ്റെ കയ്യിലിരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്നിങ്ങനെ സരയു പറയുക. അമ്മേ ഇനിയിപ്പോൾ ദേ രൂപാൻ്റി പറഞ്ഞത് ഇവിടെ തന്നെ താമസിച്ചോളാനാണ്. എങ്കിൽ പിന്നെ മോളെ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം, അവരൊക്കെ വരട്ടേന്നേ. ഏതായാലും നമുക്ക് ഇവിടെ താമസിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കവരെ കാണാനായിട്ട് പോകണ്ടേ എന്ന രീതിയിൽ പറയാം. ഏതായാലും ആ ഗംഗാപ്രസാദ് അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നാൽ മതിയായിരുന്നു. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൊലപാതകം ഏതായാലും ഉറപ്പായ കാര്യം തന്നെയാണ് എന്ന് സരയോടെ സംസാരിക്കുകയാണ്. അതെ, ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, അവളുടെ കല്യാണം യാതൊരു തടസ്സവും കൂടാതെ നടന്നാൽ മതി എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതെ, അത് തന്നെയാണ് എൻ്റെയും മനസ്സിലെ ആഗ്രഹം. ഇവരൊക്കെ ദേ എവിടെ പോയി നിൽക്കുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ എന്ന രീതിയിൽ പറയുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കാദംബരിയും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ പച്ചക്കറി അരിയാണ്. അപ്പോഴാണ് രതീഷ് വന്നിട്ട് ആഹാ, സദ്യ കെങ്കേമമാക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന രീതിയിലൂടെ ചോദിക്കാം. കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യണം. കാരണം രതീഷ് ഏട്ടാ ആണാണെന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെ സഹായിക്കാം. നമ്മളൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ടേസ്റ്റ് കുറയൂലേ. അതുകൊണ്ട്
ഞങ്ങളൊന്നും ശരിയാക്കാനായിട്ട് വരുന്നില്ലേ എന്ന രീതിയിൽ രതീഷ് സംസാരിക്കുകയാണ്. അല്ല, കല്യാണി കാട്ടിലേക്ക് പോയല്ലേ? അതെ, മൂപ്പനേതായാലും മരിച്ചല്ലേ, ആ സമയത്ത് കല്യാണിക്ക് പോകാൻ പറ്റിയില്ല. അമലുവിനെയും കൂട്ടിക്കൊണ്ട് വരണമെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇനി എന്താവോ ഏതാവോ എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ദാ നമ്മുടെ മുത്തശ്ശി വരികയാണ്. മക്കളെ, ഞാൻ വന്നു മക്കളെ, നോക്കൂ മക്കളെ, ഈ മുത്തശ്ശി വന്നു മക്കളെ നിങ്ങളുടെ അടുത്തേക്ക്. ആഹാ, മുത്തശ്ശി വാ, മുത്തശ്ശി വന്നിരിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷമാണ് മുത്തശ്ശി, എന്താ നേരത്തെ വരാതിരുന്നത്? എൻ്റെ പൊന്നു മക്കളെ, സുഖമില്ല, തല കറക്കുക, നിൽക്കാൻ പോലും പറ്റുന്ന ഒരവസ്ഥയല്ല. എന്നിട്ടെന്താ മുത്തശ്ശി പറയാതിരുന്നത്? ഹോസ്പിറ്റലിൽ പോകാറുന്നല്ലോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവരും കൂടി അവിടെ ഓടിയെത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയാതിരുന്നത്. ചെറിയൊരു തലകറക്കമല്ലേ, അതൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറിക്കോളുമെന്ന് എനിക്കറിയാമായിരുന്നേ. ഹോസ്പിറ്റലിൽ പോകേണ്ടെന്ന് ഒരു കാര്യമില്ല. നിങ്ങളേക്ക് എന്തിനാണ് വെറുതെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. ആ, ഇനി ഏതായാലും അതെ, ഒരു 4 ആളുടെ ഫലം ചെയ്യുമല്ലോ. അപ്പോഴേക്കും അവിടുത്തെ വേലക്കാരിയാണെങ്കിൽ ഏതായാലും കല്യാണി മോൾ ഉണ്ടായിരുന്നെങ്കിലേ ജോലിയെല്ലാം പടപടാന്ന് കഴിഞ്ഞാനായിരുന്നു. ഇപ്പം കാദംബരി കല്യാണി മാത്രമല്ല, എൻ്റെ അമ്മയും ഉണ്ടായിരുന്നെങ്കിലും 4 ആളുടെ ജോലി ഒരുമിച്ച് ചെയ്താനായിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കാദംബരി ചോദിക്കുകയാണ്, അമ്മമ്മേ, അച്ഛനെ കണ്ടില്ലേ? എൻ്റെ ദൈവമേ, പ്രകാശനെ ഞാൻ കണ്ടു. അവൻ ദേ ഒരു സെക്യൂരിറ്റി എന്ന രീതിയിൽ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും രതീഷ്, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ദേ, പണ്ടേ പെൺമക്കളെ കൊല്ലാൻ വേണ്ടി നടന്നേച്ച ആളാണ് ഈ അച്ഛൻ. എന്നിട്ട് ഇപ്പം എന്തായി? ഒരു പെൺമകളും മൂത്ത മകളും മരിക്കണ്ട എന്ന് വിചാരിച്ച് കാവൽ നിൽക്കുന്നു. ഓരോ ആൾക്കാരും കയറി വരുമ്പോഴും അവരെ എല്ലാവരെയും ചെക്ക് ചെയ്തിട്ടാണ് അച്ഛൻ കയറ്റി വിടുന്നത്. എന്തൊരു ഉത്തരവാദിത്വം എന്നറിയാമോ? അതെ, പ്രകാശനാകെ ആള് മാറിയിരിക്കുന്നു. പ്രകാശൻ ഇനി ഒരു തെറ്റിലേക്കും പോകില്ല. അവനിപ്പോൾ മക്കളെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. അവൻ മക്കൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്യും എന്ന് നമ്മുടെ മുത്തശ്ശി പറയാണ്. ഏതായാലും സന്തോഷമായി, ഇങ്ങനൊരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ. ഇപ്പോൾ കുടുംബത്തിൽ എന്തൊരു സമാധാനമാണ്. ആ ഗംഗാപ്രസാദിൻ്റെ ശല്യം കൂടി ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ പറയാ. അല്ല, കല്യാണി മോൾ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കല്യാണി കാട്ടിലേക്ക് പോയിരിക്കുക. അവിടെ മൂപ്പൻ മരണപ്പെട്ടല്ലോ. അവരും വല്ലാതെ തകർച്ചയിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റുമെങ്കിൽ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും കൂടിയാണ് പോയിരിക്കുന്നത്. അതേതായാലും നന്നായി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇത് ലക്ഷ്മിയും അതേപോലെ തന്നെ മോളും കൂടി ഇങ്ങനെ കാർത്തികയും കൂടി സംസാരിക്കുകയാണ്. ആ സമയത്താണ് സരയും അങ്ങോട്ട് വരുന്നത്. സരയുടെ അമ്മയും കൂടി വരികയാണ്. മോളെ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി. അപ്പം ഇവർ രണ്ടിനോട് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ആഹാ, ഇതാരാ ഇത്? സരയുവാ, വാ വാ, കയറി വാ സരയും. ദേ, എന്തായി സരയും, മോൾക്കൊരു ഗിഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ആ ഒരു ഗിഫ്റ്റ് കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗിഫ്റ്റോ? ഇതെന്താ? ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്വർണ്ണാഭരണ പെട്ടിയാ. അപ്പോൾ അത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ഒരു നെക്ലസ്. സരയു, എന്താ സരയു ഇത്? ഇതിന് ഒരുപാട് പൈസയായി കാണൂല്ലേ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ ഒരു സ്ഥിതിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു സരയു എന്ന് പറയാണ്. അതൊന്നും സാരമില്ല കാർത്തികേച്ചി, ഇതൊക്കെ എൻ്റെ കടമയല്ലേ. കല്യാണിയുടെ ചേച്ചിയല്ലേ കാർത്തികേച്ചി. അപ്പോൾ ഇതെങ്കിലും തന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എന്നാലും മോളെ, അതൊന്നും വേണ്ടായിരുന്നു. ദേ, ഇപ്പം തന്നെ അവൾക്ക് ധാരാളം ഉണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ ശാരിയാണെങ്കിൽ, അതെ, എനിക്കും വാങ്ങാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് മേടിക്കാതിരുന്നത്. എൻ്റെ പൊന്നെ, നിങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ലെന്നേ. ഏതായാലും നിങ്ങൾ വന്നല്ലോ, അത് തന്നെ സമാധാനമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ സരയുവാണെങ്കിൽ ഗംഗാപ്രസാദിനെ കുറിച്ച് ചോദിക്കുകയാണ്. അവനെ പേടിക്കണമല്ലോ ചേച്ചി, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരുമല്ലോ. ഏതായാലും ചേച്ചിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയാണല്ലോ അവൻ രണ്ടും കൽപ്പിച്ച് നടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവൻ വന്നിരിക്കും എന്ന രീതിയിൽ പറയാ. അവൻ വരട്ടെ, അവൻ്റെ അന്ത്യം തന്നെയായിരിക്കും. ഞാൻ മനോഹരനെ കൊല്ലാൻ നടക്കുന്നത് പോലെ ഇപ്പോൾ ചേച്ചിയെ കൊല്ലാൻ നടക്കുന്ന ഗംഗാപ്രസാദിൻ്റെ പിന്നാലെ ദേ കിരണും ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടല്ലോ.
ഞാൻ മനോഹറിനെ എത്രയ്ക്ക് വെറുക്കുന്നോ അവനെ അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ വെറുക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയാ. അപ്പം നമ്മുടെ മുത്തശ്ശി വന്നിട്ട്, അല്ല, എന്തിനാ നീ മനോഹറിനെ വെറുക്കുന്നത്? നീ എന്തിനാ മനോഹറിന്റെ പിന്നാലെ നടക്കുന്നത്? അവനെ കൊല്ലാൻ വേണ്ടി? അതിൻ്റെ കാര്യമുണ്ടോ? മുത്തശ്ശി, എനിക്കിനി അവനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവൻ എത്ര മാറിയെന്ന് പറഞ്ഞാലും എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല? അവന് അതിനു മാത്രം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അവൻ തെറ്റ് ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ, നീ തെറ്റ് ചെയ്തിട്ടില്ലേ? നിന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ മാറിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ലേ? അതേപോലെ മനോഹറും മാറിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ വിശ്വസിക്കാത്തത്? അത് വല്ലാത്ത തെറ്റായ കാര്യം തന്നെയല്ലേ? മനോഹർ മാറിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കേണ്ടതുണ്ട്. ഒരിടക്ക് ഈ മനോഹറിനെ തകർക്കാൻ വേണ്ടി നടന്നാണ് കിരണും കല്യാണിയൊക്കെ. ഈ കിരണും കല്യാണിയൊക്കെ നിന്നോടൊക്കെ ഒരുപാട് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനൊക്കെ എന്താ ചെയ്തത്? കല്യാണിയെയും കിരണിനെയും ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ പല വഴികളും നോക്കിയില്ലേ? എന്താ അപ്പോൾ നിങ്ങൾ മാറിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ പഴയ സ്വഭാവം ഇനിയും എടുത്താലോ? ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെങ്കിലോ സരയു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയു ആണെങ്കിൽ, ഇല്ല മുത്തശ്ശി, ഒരിക്കലുമില്ല. കിരണിനെയും കല്യാണിയെയും കൊല്ലാൻ നടന്നെന്നൊക്കെ പറഞ്ഞത് അത് വാസ്തവം തന്നെയാണ്. പക്ഷേ അവരെന്താണ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അവരിൽ നിന്ന് തോറ്റുപോയൊരു വ്യക്തി. ഇപ്പോൾ കിരണും കല്യാണുടെയും ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് പഴയൊരു സ്വഭാവത്തിലേക്കോ പഴയൊരു ജീവിതത്തിലേക്കോ ഒരിക്കലും ഞങ്ങൾ തിരിച്ചു പോവില്ല മുത്തശ്ശി എന്ന് സരയു വാക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ സന്തോഷം തോന്നുകയാണ്. അതേതായാലും നല്ല കാര്യമാണ്. അങ്ങനെയായ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോഴേക്കും നമ്മുടെ ശാരിയാണെങ്കിൽ, എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ പോകാനോ? ഇത്ര ഇവിടം വരെ വന്നിട്ട് നിങ്ങൾ പോയാൽ എങ്ങനെ ശരിയാവുന്നത്? ദേ, ഒരു കാപ്പി പോലും കുടിക്കാതെ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുക. അത് പറയാൻ വേണ്ടി ഞാനും വന്നത്. നിങ്ങൾക്ക് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വാ എൻ്റെ പിന്നാലെ എന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തികയാണെങ്കിൽ, ദേ മുത്തശ്ശി വന്ന് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അവർ നമുക്ക് സമ്മാനം കൊണ്ട് വന്നതല്ലേ അമ്മേ, പറഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം? ദേ, പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയണം, അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുത്തശ്ശി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. സരയുവിനെ ഇപ്പോഴും വിശ്വസിക്കാൻ ആയിട്ടൊന്നുമില്ല. ഇവറ്റകളുടെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നും ലക്ഷ്മി പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. അപ്പം കല്യാണിയും അതേപോലെ തന്നെ അമലുവും വേലുവും എല്ലാവരും കൂടി ഒരുമിച്ച് വരിക. അമലുവിൻ്റെ അമ്മയും ഉണ്ട് കൂടെ. എല്ലാവരും കടത്തിൻ്റെ അരികിലേക്ക് ഒരുമിച്ച് വരികയാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനേതായാലും അമലുവിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്, അമലു ഒന്ന് ശാന്തമാകട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കുതിച്ചു കയറി വരും. അതൊക്കെ ഇല്ലാതാകാൻ വേണ്ടിയാണ് ഞാൻ അമലുവിനെ കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും അമലുവിൻ്റെ അമ്മയാണെങ്കിൽ, അതേ മോളെ, നിന്നോടൊപ്പം വിടാമെന്ന് ഞാൻ വിചാരിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ കല്യാണിയോട് പറയാ. അപ്പോഴേക്കും നമ്മുടെ വേലു ആണെങ്കിൽ, അതെ, എനിക്കും അവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞതേ. ആ ചേച്ചിയുടെ കല്യാണ സമയത്തെ അവൻ വരും, ഗംഗാപ്രസാദ്. അവനെ എനിക്ക് തീർക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനും അങ്ങോട്ട് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ അമലുവിൻ്റെ അമ്മയാണെങ്കിൽ, എൻ്റെ പൊന്ന് സാറമ്മേ, എനിക്കതൊക്കെ ഓർക്കുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. ദേ, ഈ വേലു പറഞ്ഞതാ അവനെ വിശ്വസിക്കാനായിട്ട് പാടില്ല എന്ന്. എനിക്കും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് അമലുവിൻ്റെ അച്ഛനും തന്നെയാ. എന്നിട്ട് ഇപ്പം അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിനെ കൊന്നു മലർത്തിയിട്ട് അവൻ മുങ്ങിക്കളഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കരയാണ്. കരയാതിരിക്കുക, നടന്നല്ല നടന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമലുവും വേലുവും വഞ്ചിയിലേക്ക് കയറി നമ്മുടെ കല്യാണിയും കയറി. അപ്പോൾ കടത്തുകാരനിങ്ങനെ പറയാണ്, ഏതായാലും അവൻ്റെ വിവരം വല്ലതും ഉണ്ടോ? എൻ്റെ ദൈവമേ, അവനെ പല വേഷം കെട്ടിയാണ് പോയിരിക്കുന്നത്. അവനെ ഇനി ഈ കടത്തിൽ കയറുമെന്ന് ആർക്കറിയാം.
ഇവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടെ വേറൊരുത്തനെയും പുഴയിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ്റെ ഫോണും കൊണ്ട് പോയി. അവൻ മുങ്ങി നടക്കുകയായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് എൻ്റെ കടത്തിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അറിയില്ലായിരുന്നു അവനാണ് ഇവനെന്ന്. എനിക്ക് മനസ്സിലാകില്ലായിരുന്നു. നാട്ടിൽ പോയിട്ടേ അവൻ സാന്റാക്ലോസിൻ്റെ വേഷം കെട്ടി ചെന്നു. അവിടെയും ആർക്കും ഒന്നും മനസ്സിലായില്ല. ദൈവമേ, ഇനി അവൻ ഏത് കരയിലായിരിക്കും അടിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതോടെ തീർന്നു. ഏതായാലും അവനിനി വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അമലിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കൊക്കെ സങ്കടം തോന്നിക്കുകയാണ്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ, അവൾക്കിനി ഇത് കേട്ടാൽ മതി കരച്ചിലാകാൻ. അങ്ങനെ കടത്തിൽ നേരെ വണ്ടിയിലോട്ട് കയറുക. വണ്ടിയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ അമലുവിന് പെട്ടെന്ന് തലകറക്കോ ഒരു ഛർദിലൊക്കെ പോലെ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് തോന്നുകയാണ്. അയ്യോ ചേട്ടാ, വണ്ടി ഒന്ന് നിർത്ത് എന്ന് പറയുക. അങ്ങനെ അമലു ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഛർദിക്കുകയാണ്. ഛർദിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേലു ആണെങ്കിൽ ഇവളോട് ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ പറഞ്ഞതാ, പക്ഷെ കഴിച്ചില്ല സാറമ്മേ എന്നൊക്കെ ഇങ്ങനെ കല്യാണിയെ നോക്കി പറയാണ്. അമലു, നമുക്കേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി വീട്ടിലേക്ക് പോയാൽ മതി. വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, അത് ശരിയാവില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാതിരുന്ന എങ്ങനെ ശരിയാവുന്നത്? അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കണ്ടേ എന്ന് വേലി പറയുമ്പോൾ നമ്മുടെ അമലുവിന് ആകെ ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.